ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന SLC ഹിന്ദിയുടെ ഒരു ചെറിയ റിവിഷനാണ്. അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞ രണ്ട് പാഠങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട്. ഇന്ന് നമ്മൾ മൂന്നാമത്തെ പാഠമായിട്ടുള്ള റെയിൻ ബസേരെ മെം എന്ന് പറയുന്ന പാഠമാണ് ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ റിവൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റിലത്തേതാണ് റെയിൻ ബസേരെ മെം. റെയിൻ ബസേരെ മെം എന്നാണ് പാഠത്തിന്റെ പേര്. എഴുതിയത് അമൃത്ലാൽ വേഗഡ് ആണ്. റെയിൻ ബസേരെ മെം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ചെലവഴിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഒരു സത്രം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഇതിനകത്ത് ഒരു യാത്രാ വിവരണമാണിത്. ഓക്കെ, അപ്പോൾ രാത്രി ചെലവഴിക്കുന്ന സ്ഥലത്തിനാണ് റെയിൻ ബസേരെ മെം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അത് കിസ് വിദാക്കി രചനാഹെ, മിക്കവാറും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ കിസ് വിദാക്കി രചനാഹെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു യാത്രാവൃത്തമാണ് അല്ലെങ്കിൽ ഒരു യാത്രാ വിവരണമാണ്. ആ കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി ഇതിനകത്തെ മെയിൻ ക്യാരക്ടേഴ്സിലേക്ക് വരുവാണ്. ഒന്നാമത്താണ് ലേഖക് എന്ന് നമ്മൾ പറയുന്ന അമൃത്ലാൽ വേഗഡ് ആണ് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ. അങ്ങനെ നമ്മൾ ഈ ഒരു യാത്രാ വിവരണത്തിനകത്ത് ലേഖക് എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത്, കാരണം ലേഖക് എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് അമൃത്ലാൽ വേഗഡ് എന്നാണ്. അദ്ദേഹം നടത്തിയ യാത്രകൾ എന്ന് പറയുന്നത് പദയാത്രകളാണ്. അതായത് കാൽനടയായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്ത് സഞ്ചരിച്ചത്. അങ്ങനെയാണ് സഞ്ചരിച്ച് ഓരോ സ്ഥലത്തു കൂടി പോകുന്നു. ഓക്കെ, അപ്പോൾ റിട്ടയർ ആയിട്ടുള്ള ടീച്ചർ കൂടിയാണ് അമൃത്ലാൽ വേഗഡ്. പിന്നെ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ യാത്രാ വൃത്താന്തങ്ങളെ കുറിച്ചുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു കളക്ഷനാണ് തീരെ തീരെ നർമ്മദ എന്ന് പറയുന്ന ഒരു രചന. ഓക്കെ, അപ്പൊ പിന്നെ അദ്ദേഹം യാത്രകൾ നടത്തിയത് സഹായകമായിട്ടുള്ള ചോട്ടുവിന്റെ കൂടെയാണ്. ഓക്കെ, ഈ കാര്യം ഓർത്ത് വെക്കുക, കാരണം ഇവരൊക്കെ ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അതായത് ലേഖകുണ്ട് ചോട്ടു എന്ന് പറയുന്ന ആ ക്യാരക്ടേഴ്സ് ആയിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ എന്താണ് നമുക്ക്, കാരണം ഇതിൽ ഈ ഒരു പാഠത്തിൽ നിന്ന് അതുപോലെ തന്നെ ഗലീലിയോയിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ജസ്റ്റ് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ദിവസം രാത്രിയിൽ നമ്മുടെ റൈറ്റർ പുറത്തിറങ്ങി. മേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലേഖക് ആണ് ലേഖകിനെയാണ് ഉദ്ദേശിക്കുന്നത്. മേം എന്ന് പറയുന്നത് ഇവിടെ ലേഖക് ആണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് മുകളിലേക്ക് ആകാശത്തേക്ക് നോക്കിയായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനകത്ത് കാണുന്ന ഒരു കാര്യമാണ് സൂരജ് ചൽത്താഹെ അകേല എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ ഒറ്റയ്ക്കാണ് വരുന്നത്. താരെ ചൽത്തഹെ ജമാദ്മെ, അതായത് സ്റ്റാർസ് അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ ഒരു കൂട്ടമായിട്ടാണ് വരുന്നത് എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ നിന്ന് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ് ദിൻ കാ ആകാശ് ഹൗസ് ഓഫ് ലോഡ്, രാത് കാ ആകാശ് ഹൗസ് ഓഫ് കോമൺസ്, ഇസ്സെ ആപ്നെ ക്യാ സംജ എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ എന്താണ് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് നിങ്ങൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ആൻസർ ജസ്റ്റ് ഒന്നുകൂടി നോക്കിക്കൊള്ളുക. ഓക്കെ, അപ്പോൾ നമ്മുടെ റൈറ്റർ എന്താണ് ഒരു ദിവസം വൈകുന്നേരം രാത്രിയായപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്ന ആ ഒരു ഭാഗത്തിലാണിത് നമ്മുടെ ഈ ഒരു യാത്രാ വിവരണം തുടങ്ങുന്നത്. ഇനി പിറ്റേ ദിവസത്തെ കാര്യമാണ് സുബ ആകെ ബഡെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരം വെളുത്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. പകഡണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയടി പാതയിലൂടെയാണ്, അപ്പോൾ അതിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്. ഓക്കെ, അപ്പം അവർ സഞ്ചരിക്കുന്ന സമയത്ത് ബാദലിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മഴയുടെ അന്തരീക്ഷം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു മഴക്കോളൊക്കെ ഉള്ള സമയത്താണ് ഇവർ ഇങ്ങനെ പോകുന്ന, കാൽനടയായിട്ടാണ് പോകുന്നത്. അപ്പം കബീബി ബറസത്തേത്, എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് അങ്ങനെയാണ് അവർ സഞ്ചരിക്കുന്നത്. അങ്ങനെ പോയി അവരെത്തുന്നതാണ് പഥോഡ എന്ന് പറയുന്ന ഗ്രാമത്തിൽ. ആ ഗ്രാമത്തിന്റെ പേരാണ് പഥോഡ. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഓക്കെ, കാരണം ഇനി അടുത്താണ് പാനിക്ക് ഡർസൈസി ഗാവമേ രുഖ്നാപ്പട. അപ്പോൾ മഴ പെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർ രാത്രി അന്നേ ദിവസം രാത്രി എന്താണ് പഥോഡ എന്ന് പറയുന്ന ഗ്രാമത്തിൽ തന്നെ ചെലവഴിക്കാമെന്ന് തീരുമാനിച്ചു. ഓക്കെ, ഇനി അടുത്താണ് ആ ഗ്രാമത്തിൽ എന്താണ് ഒരു മന്ദിർ ഉണ്ടായിരുന്നു. ഓക്കെ, മന്ദിർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെമ്പിൾ. ഓക്കെ, അവിടെ എന്താണ് വിഗ്രഹമൊന്നും സ്ഥാപിച്ചിട്ടില്ല, കാരണം എന്തോ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മന്ദിറാണ്. അപ്പൊ ആ മന്ദിറിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഇനി അടുത്താണ് ഗ്രാമീണ ഉസെ ഹമാരേലിയെ ഹോൾദി. ആ ഗ്രാമത്തിലുള്ള ഒരാളാണ് എന്താണ് ഈ ഒരു മന്ദിർ അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് രാത്രി ചെലവഴിക്കണം. അങ്ങനെ അവരെന്താണ് രാത്രി ചെലവഴിക്കുന്ന ആ ഒരു മന്ദിറിലാണ്, അതിനെയാണ് റെയിൻ ബസേരെ മെം, അല്ലെങ്കിൽ അന്ന് അവർ രാത്രി ചെലവഴിക്കുന്ന ആ മന്ദിറിൽ ആണ്, അതിനാണ് ഇവിടെ റെയിൻ ബസേരെ മെം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ് അവര് അവിടെ നിന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച്, കാരണം ഇവർ എന്താണ് കാൽനടയായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ അത് കൂടാതെ പാനി ലാനേക്കയിലെ ബാൽട്ടീരി, ആ ഗ്രാമത്തിലുള്ള വ്യക്തി എന്താണ് ഒരു വെള്ളം കൊണ്ടുവരാനായിട്ട് ഒരു ബക്കറ്റ് കൊടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ ഫർഷ് പർ ബിഛാനെ അതായത് തറയിൽ വിരിക്കാനായിട്ട് ഏക് ബഹുത് ബഡി ദരീതി, ഒരു ദരി കൊടുത്തു. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് വൺ വേർഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു പക്ഷേ ചോദിക്കാം. ഓക്കെ, അതിനുശേഷം നടക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോട്ടു ബാഹർ ഹാന ബനാരഹാദ്, ചോട്ടു ആഹാരം തയ്യാറാക്കിയായിരുന്നു. അപ്പൊ അവരെന്താണ് ഗാക്കട്ട് എന്ന് പറയുന്ന ആഹാരമാണ് തയ്യാറാക്കിയത്. ആ സമയത്ത് അവിടെയുള്ള വയലുകളിൽ സോയാബീൻ കട്ട് രഹാഹെ, അതായത് സോയാബീൻ വിളവെടുക്കുന്ന സമയം കൂടിയാണ് അത്. കാരണം ആ സമയത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ എന്താണ് കിസാനോക്കോ ഭാരി നുക്സാൻ ഹോ രഹാഹെ. അപ്പൊ ഇങ്ങനെ വിളവെടുക്കുന്ന സമയത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ എന്താണ് അതുവഴി കർഷകർക്ക് ഒത്തിരി നഷ്ടം കൂടി സംഭവിക്കും. അപ്പൊ എങ്ങനെയോ ചോട്ടു മഴയ്ക്ക് സാധ്യത ഉണ്ടായിട്ടും ആഹാരമൊക്കെ ഉണ്ടാക്കി. ഓക്കെ, ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ്. ഇനി പറയുന്നത് രാത്രിയിൽ, അതായത് അന്നേ ദിവസം രാത്രി അവർ ആഹാരമൊക്കെ കഴിച്ചിട്ട് ആ മന്ദിറിലാണ് അവർ ചെലവഴിക്കുന്നത്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവരുടെ അടുത്ത് അല്ലെങ്കിൽ ഇവര് കിടന്നു, അതിന് അടുത്തായിട്ട് ഒരാൾ കൂടി വന്ന് കിടന്നു. ഏക ആദ്മി, എന്താണ് ഒരു അപരിചിതനായിട്ടുള്ള ഒരാൾ അവരുടെ അടുത്ത് വന്ന് കിടന്നു. ഇനി അയാളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ മുമ്പോട്ടേക്ക് കാണുന്നത്. കാരണം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാൾ എണീറ്റ് പുറത്തേക്ക് പോയി. പിന്നെ പെട്ടെന്ന് അകത്തേക്ക് വന്നിട്ട് ഇവരുടെ അടുത്ത് ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങി. കോൻ ഹേ തും ലോഗ് യഹാം കൈസെ ഹുസായേഹു, നിങ്ങൾ ആരാണ്, നിങ്ങൾ എങ്ങനെയാണ് ഈ അമ്പലത്തിനുള്ളിൽ കയറിയത് എന്നൊക്കെ അയാൾ ചോദിച്ചിട്ട് എന്താണ് അയാൾ ഇവരുടെ അടുത്ത് ഷൗട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ എന്താണ് ഇവര് ഒരു ഉത്തരം പോലും നൽകിയില്ല. അങ്ങനെ ഒത്തിരി നേരം ഷൗട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലേഖ എന്താണ് പറഞ്ഞത്, ജിനോനെ ഈ മന്ദിർ ബൻവായാഹി ഉനോനെ ഹമേഹ ടഹ്റായാഹി, ആരാണോ ഈ മന്ദിർ അല്ലെങ്കിൽ അമ്പലം നിർമ്മിക്കുന്ന അവരാണ് ഞങ്ങളോട് ഇവിടെ നിൽക്കാനായിട്ട് പറഞ്ഞത്. ഓക്കെ, പക്ഷെ എന്താണ് ആ ഭ്രാന്തനായിട്ടുള്ള ആള് വീണ്ടും ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ സ്വയം CID ഇൻസ്പെക്ടർ എന്ന് പറയാനും തുടങ്ങി. ഓക്കെ, ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ പിന്നീട് കാണുന്നത്. നമ്മുടെ ലേഖകൻ എന്താണ് സ്വയം ഒരു നിസ്സഹായനായി ഒന്നൊരു തോന്നൽ പോലും ഉണ്ടായി. കാരണം എതിർത്തൊന്നും പറയാനും പറ്റില്ല, കാരണം അവരുടെ നാടൊന്നും അല്ലല്ലോ, മറ്റൊരു സ്ഥലത്താണ് വന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് തബി ഉസ്കാ ധ്യാൻ കോനേമ രഹേ ഹമാരെ സാമാൻ കി ഓ ഗയ, അങ്ങനെ ഇരിക്കെ അഭ്രാന്തനായിട്ടുള്ള ആളെന്താണ് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളിലേക്ക് നോക്കി. അപ്പൊ ഇതിൽ എന്തൊക്കെയാന്ന് പറഞ്ഞു, CID ഇൻസ്പെക്ടർ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിൽ എന്തൊക്കെയാന്ന് പറഞ്ഞു തലാശി ലേനയിലേക്ക്, തലാശി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ചിങ് ആരംഭിച്ചു. കാരണം അപ്പൊ എന്താണ് നമ്മുടെ റൈറ്ററിന് ചെറിയൊരു പേടി തോന്നി. കാരണം എന്താണ് അതിനകത്തൊരു കത്തി ഉണ്ടായിരുന്നു. സബ്ജി കണ്ണേക്ക ചാക്കുബീത, സബ്ജി എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ കട്ട് ചെയ്യാനുള്ളൊരു കത്തി കൂടി ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഒരു CID ഓഫീസറാണെങ്കിൽ ഒരു കത്തി അവരുടെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മുടെ റൈറ്ററിന് ചെറിയ പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുശേഷം എന്താണ് പിട്ടു ഹോല എന്ന് വെച്ചാൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് തുറന്നിട്ട് ഓരോരോ സാധനങ്ങൾ പുറത്തേക്ക് എറിയാനായിട്ട് തുടങ്ങി. ഡെറ്റോൾ കി ഷീഷി ഫർഷ് പർ ദേമന, ഡെറ്റോളിന്റെ ഒരു ചെറിയ കുപ്പിയൊക്കെ എടുത്തിട്ട് നിലത്തേക്ക് എറിഞ്ഞു. ആ കത്തിയും എന്താണ് എടുത്ത് എറിഞ്ഞു. അന്തുമേ ദോത്തീൻ കിതാബെ നിക്കാലി, അങ്ങനെ അവസാനം ആ ഇതിനകത്ത് ഉണ്ടായിരുന്ന 2-3 ബുക്കുകളായിരുന്നു. ആ ബുക്കുകൾ എടുത്തു. അപ്പോൾ ആ ബുക്കുകൾ കണ്ട ശേഷം എന്താണ് അദ്ദേഹം അത് അതുപോലെ തന്നെ തിരിച്ച് വെച്ചു. എന്നിട്ട് ചോട്ടുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചോട്ടു പറയുന്നുണ്ട് എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. അപ്പം അതിനുശേഷം ലേഖകന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് തും ക്യാ കർത്തേ ഹോ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. അപ്പം ലേഖകൻ പറയുന്ന മറുപടിയാണ് മേ ശിക്ഷക്ദ, ഞാനൊരു ടീച്ചറായിരുന്നു. ബച്ചോങ്കോ പഠാത്താത അബ് റിട്ടയർ ഹോഗയാകും, ഞാൻ ശിക്ഷകായിരുന്നു എന്ന് വെച്ചാൽ ടീച്ചറായിരുന്നു, കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നു, ഇപ്പം റിട്ടയർ ആയി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ലേഖകൻ പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു ടീച്ചറാന്ന് പറഞ്ഞപ്പോൾ എന്താണ് അദ്ദേഹം ആ ബുക്കുകളൊക്കെ തിരിച്ചു കൊടുത്തിട്ട് പോയി. തബി ഏക് വിചിത്ര ഘടനാഘടി അചാനക് ഉസ്നെ മേരെ പൈർ ദബാനെ ശുരു കിയെ. അപ്പൊ പിന്നീട് നടന്ന കാര്യം എന്താണ്, ഈ ഭ്രാന്തനായിട്ടുള്ള ആള് വന്നിട്ട് ലേഖകന്റെ കാല് തടവി കൊടുക്കാനായിട്ട് തുടങ്ങി. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ലേഖകന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇത്രയും ഷൗട്ട് ചെയ്ത ആള് എന്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇത്രയും സോഫ്റ്റ് ആയിട്ട് മാറിയത്. ഇനി അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യമാണ് മുട്ടി ഹോൽക്കർ ദേക്കാത്ത ഉസ്മൻ 20 പൈസയൊക്കെ സിക്കാതെ, അതായത് ആ ഭ്രാന്തനായിട്ടുള്ള ആളെന്താണ് ലേഖകന്റെ കയ്യിൽ 20 പൈസയുടെ ഒരു നാണയം കൂടി വെച്ചു കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ പതിയെ പതിയെ എന്താണ് ഈ കെട്ടുകളൊക്കെ അഴിയാൻ തുടങ്ങി, അല്ലെങ്കിൽ ഈ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവാനായിട്ട് തുടങ്ങി. കാരണം എന്താണ് ബുക്കുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഭ്രാന്തനായിട്ടുള്ള ആൾക്ക് തോന്നിക്കാണ് ഇയാൾ എന്താണ് അത്യാവശ്യം
പഠിത്തമൊക്കെ ഉള്ള ആളാണ്, അതുപോലെ തന്നെ ഒരു ടീച്ചറാണെന്നും പറഞ്ഞു. അപ്പോൾ അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിഹേവിയർ തന്നെ മാറുവാണ്. കാരണം അയാളുടെ കൾച്ചറിൽ എന്താണ് ടീച്ചേഴ്സിനെ ബഹുമാനിക്കണം എന്നൊരു പോയിന്റ് ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് മേം ശിഷ്യ ഹൂസ്ക വ്യവഹാർ ഏകായേക് ബദൽ ഗയ. അതായത് ഞാനൊരു ടീച്ചറാണെന്ന് അറിഞ്ഞപ്പോൾ അയാളുടെ പെരുമാറ്റം പെട്ടെന്ന് തന്നെ മാറി. പിന്നെ എന്താണ് ടീച്ചേഴ്സ് ഡേക്ക് ടീച്ചേഴ്സിനെ ആദരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. കാരണം എന്താണ് ലേഖനെ സംബന്ധിച്ച് ആ ഒരു ആദരവിനേക്കാൾ ഏറ്റവും വലുതായിട്ട് അദ്ദേഹം കണക്കാക്കിയത് ഈ ഒരു ഭ്രാന്തനായിട്ടുള്ള ആളിൽ നിന്ന് കിട്ടിയ ഒരു റെസ്പെക്റ്റ് ആണ്. ഓക്കെ, പിന്നീട് എന്താണ് നേരം വെളുത്തു കഴിഞ്ഞപ്പം ബിഖരെ സാമാൻക്ക് ഫിർസെ പിട്ടുമേ ജമാഅത്തെ, അതായത് ചിതറിപ്പോയ സാധനങ്ങളൊക്കെ ചോട്ടു എടുത്ത് പാക്ക് ചെയ്യുവാണ്. അപ്പം ചോട്ടു പറയുന്ന ഒരു കാര്യമുണ്ട്, ഉസ്നെ ഹമാരി കാനി കൂടി തക് നഹീലി, അതായത് നമ്മുടെ ഒരു ചില്ലിക്കാശ് പോലും അയാൾ എടുത്തില്ല. അത് കഴിഞ്ഞ് അവർ വീണ്ടും പോവാൻ തുടങ്ങുകയാണ്. അപ്പം അടുത്തുള്ള ഒരു യുവാവിനെ കാണുന്നുണ്ട്. ആ യുവാവിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. രാത്രിയിൽ ഒരു ഭ്രാന്തനായിട്ടുള്ള ആൾ വന്ന് ഞങ്ങളെ എന്താണ് ഒത്തിരി ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ യുവക് പറയുന്നതാണ് വേ മേരെ പിതാഹെ, അതെൻ്റെ അച്ഛനാണ്, പാകൽപ്പൻക ദ്വാരാപ്പെടുത്തത്, ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്തിൻ്റെ ഇതൊക്കെ വരും. അപ്പോൾ എന്താണ് അന്നേരമാണ് ഇതുപോലെയുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അയാൾ എവിടെ, ആ പാകൽ ആദ്മി എവിടെയാണ്, മണ്ഡി ദേമേ, അതായത് ഈ യുവകിൻ്റെ സഹോദരന്മാരുടെ അടുത്താണ് താമസിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഓക്കെ, അപ്പം ഈ യുവാവ് എന്താണ് സോയാബീൻ വിളവെടുക്കുന്നതുകൊണ്ട് തന്നെ വയലിലായിരുന്നു. ഇന്ന് രാവിലെയാണ് അങ്ങോട്ടേക്ക് വന്നത്. അപ്പോഴാണ് ലേഖകൻ്റെ അടുത്തൊക്കെ വരുന്നത്. ഓക്കെ, പിന്നീട് അവർ യാത്ര തുടങ്ങിയപ്പോൾ ഒരു ആൾത്തറയുടെ അടുത്തുകൂടി കടന്നു പോകുമ്പോൾ വീണ്ടും ഈ ഭ്രാന്തനായിട്ടുള്ള ആളെ കാണുന്നുണ്ട്, പാകൽ ആദ്മീനെ കാണുന്നു. ഓക്കെ, അപ്പം അയാൾ പറയുന്നൊരു കാര്യമുണ്ട്, ഗുരുദേവ് ബഹു ശർമിന്ദാഹും ക്യാ കർത്ത ദോരാജോ പടാത, അപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ഷമ ചോദിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി നമ്മൾ കാണുന്നുണ്ട്. പിന്നെ എന്താണ് അയാൾ കൊടുത്ത നാണയം എന്താണ് ഇന്നും ലേഖകന്റെ കയ്യിൽ ഉണ്ട്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പാഠം ഇവിടെ തീരുവാണ്. അപ്പോൾ ഈ പാഠത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒത്തിരി വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ ആ ഗ്രാമത്തിന്റെ പേരെന്താണ്, പത്തോട, രാത്രിയിൽ അവരെവിടെയാണ് നിന്നത്, അന്തർ. ഓക്കെ, അങ്ങനെയുള്ള പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ തന്നെ സഹി പ്രസ്താവ് ചുൻകർ ലിഖിയ, കുറേ സെന്റൻസുകൾ തന്നിട്ട് ഇതിലേതാണ് ശരിയായിട്ടുള്ളത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിന്റെ വിശേഷതകൾ ചോദിക്കാം. ഇപ്പം നമ്മുടെ ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ നടത്തിയ ഒരു യാത്രയുടെ വിവരണം എഴുതാനായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ്. പിന്നെ നമുക്ക് വരുന്ന കോൺവെർസേഷൻ, അത് ഏത് സിറ്റുവേഷൻ, പല സിറ്റുവേഷൻ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ലേഖകവും ചോട്ടുവും തമ്മിലുള്ള ചോദിക്കാൻ, ലേഖകവും അതുപോലെ തന്നെ ഗ്രാമത്തിലുള്ള വ്യക്തിയും, അല്ലെങ്കിൽ എന്താണ് ലേഖകവും ചോട്ടും ആ യുവാവും തമ്മിലുള്ള കോൺവെർസേഷൻ, അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് നിങ്ങളുടെ അടുത്ത് എക്സാമിന് ചോദിക്കാം. ഓക്കെ, സ്ക്രിപ്റ്റ് മിക്കവാറും ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാനാണ് സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ജനറലി പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ. പക്ഷെ നമ്മൾ എന്താണ് ഈ ഡീപ്പായിട്ട് ഈ പാഠത്തിൻ്റെ മീനിങ് അറിഞ്ഞിരിക്കുക. അങ്ങനെയാണ് നമുക്ക് ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തതായിട്ടുള്ള മേരി ദുനിയ കെ തമാം ബച്ചേ എന്നുള്ള കവിതയാണ്. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് കെ ലിയേ ഓക്കെ ബൈ.